ദില്ലിയിലെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിലുണ്ടായ വെള്ളക്കെട്ടിൽ വീണ് മരിച്ച മലയാളി വിദ്യാർത്ഥി നെവിൻ ഡാൽവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വൈകുന്നേരത്തോടെ മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും. അപകടത്തിന് പിന്നാലെ ബേസ്മെന്റിൽ പ്രവർത്തിക്കുന്ന സിവിൽ സർവീസ് പരിശീലന കേന്ദ്രങ്ങൾക്കെതിരെ ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ നടപടികൾ ആരംഭിച്ചു. ദില്ലിയിലെ RML ആശുപത്രിയുടെ മോർച്ചറിയിലാണ് നെവിൻ ഡാൽവിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. നെവിന്റെ ബന്ധുക്കൾ മൃതദേഹം തിരിച്ചറിഞ്ഞു. രാവിലെ 10 മണിക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. രാത്രി 8:45 ഇൻഡിഗോ വിമാനത്തിൽ മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും. ഇതിനുവേണ്ട എല്ലാ സഹായവും കേരള സർക്കാർ ബന്ധുക്കളുമായി സംസാരിച്ച ശേഷം ചെയ്തു നൽകും. നെവിനൊപ്പം അപകടത്തിൽ മരിച്ച 2 വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വിദ്യാർത്ഥികളുടെ മരണത്തിൽ പ്രതിഷേധം തുടരുകയാണ്. റോഡിൽ മെഴുകുതിരി കത്തിച്ച് നിരവധി പേർ പ്രതിഷേധിച്ചു. നിയമങ്ങൾ ലംഘിച്ച് ബേസ്മെന്റിൽ പ്രവർത്തിക്കുന്ന സിവിൽ സർവീസ് പരിശീലന കേന്ദ്രങ്ങൾക്കെതിരെ ദില്ലിയിൽ നടപടി ആരംഭിച്ചു. ബേസ്മെന്റിൽ പ്രവർത്തിക്കുന്ന 8 കോച്ചിംഗ് സെന്ററുകൾ കണ്ടെത്തുകയും 3 എണ്ണം സീൽ ചെയ്യുകയും ചെയ്തു. മരിച്ച വിദ്യാർത്ഥികൾക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകുമെന്ന് MCD അഡീഷണൽ കമ്മീഷണർ താരിഖ് തോമസ് അറിയിച്ചു. റിപ്പോർട്ടർ, ദില്ലി.